പൈസ കിട്ടി. മോണിറ്റൈസേഷൻ ആയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് കാശും കിട്ടിയിട്ടുണ്ട്. അത് എന്താണ് നമ്മൾ ചെയ്തത് എന്നും കൂടെ അറിയണ്ടേ? വീഡിയോ വാച്ച് ചെയ്യൂ ഫുള്ളായിട്ട്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സസ്പെൻസ് ഒന്നും വയ്ക്കുന്നില്ല. എത്ര രൂപയാണ് കിട്ടിയത്, ആ ഒരു കാശ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നും കൂടെ അവർ ഉൾപ്പെടുത്തിയിട്ട്, പക്ഷേ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ അല്ല, ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ മോണിറ്റൈസേഷൻ ആയ ഉടനെ തന്നെ എനിക്ക് ഇത്രയും പൈസ വേഗത്തിൽ എനിക്ക് ഈ പൈസ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് 2 ചാനലുണ്ട്. ആ 2 ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ആഡ്സെൻസ് ഞാൻ ഒന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആഡ്സെൻസ് വഴി 2 ചാനലിലുള്ള പൈസയും ഒരുമിച്ച് കയറിയത് കൊണ്ടാണ് ഇത്ര വേഗം എനിക്ക് ആ കാശ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എത്ര രൂപ കിട്ടി എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇന്ന് സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തേക്കാം. ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. എനിക്ക് $110 കിട്ടിയത് കേട്ടോ. $110 നമ്മൾ ഷെക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 321 ഷെക്കലാണ് കിട്ടിയത്. അപ്പോൾ 321 ഷെക്കലോ അല്ലെങ്കിൽ $110 അടിച്ചിട്ട് എത്ര രൂപയാണെന്ന് നമുക്ക് നോക്കാം. നാട്ടിലെ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കാം. 10,547 രൂപയാണ് നാട്ടിലെ കാശ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വളരെ 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 സന്തോഷം. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. തീർച്ചയായിട്ടും ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും പറ്റുന്നവരെല്ലാം ദയവായി ഹൈപ്പ് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. മോണിറ്റൈസേഷൻ ആയി കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ പൈസ കിട്ടിയായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ബാങ്കിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ കാശ് വിഡ്രോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെയും വീഡിയോ താമസിച്ചത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അതൊരിക്കലും തീരാത്ത നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ ചെയ്തത്, ഈ കാശ് എടുത്തിട്ട് ഞാൻ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് കുറച്ച് തുക കൊടുത്തു. തുക എന്ന് പറയുമ്പോൾ ആ തുക പറഞ്ഞ് എന്നെ വലുതാക്കാനോ അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ ഫേസ് കാണിച്ചിട്ട് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാനോ ഞാൻ ശ്രമിക്കുന്നില്ല. ജസ്റ്റ് ഒരു പിക്ക് മാത്രം ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ദൈവം അറിയുന്നുണ്ട്. കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നാണല്ലോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ ഞാനിവിടെ എത്ര രൂപയാണ് കൊടുത്തത് എന്നുള്ളത് ഇവിടെ വിശദമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. ചെറിയൊരു തുകയാണ് എങ്കിൽ പോലും അത് ആ കൊടുത്ത ആൾക്ക് വലിയൊരു ഉപകാരം ആയിട്ട് തന്നെ മാറും എന്ന് തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ മോൾക്ക് ഒരു ഫ്രിഡ്ജ് മേടിച്ചായിരുന്നു, കുഞ്ഞൊരു ഫ്രിഡ്ജ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ബാംഗ്ലൂരിലാണ് അവൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു ശമ്പളത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഒരു ഫാഷൻ ഡിസൈനറാണ്, അതുപോലെ തന്നെ മോഡലുമാണ്. എങ്കിലും ഇപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു ജോലി സംതൃപ്തിയോടെ ആൾ ചെയ്യുന്നുണ്ട്. രാവിലെ പോയാൽ രാത്രിയാകും തിരിച്ചു വരാനായിട്ട്. അവൾക്ക് കിട്ടുന്ന സാലറിയിൽ അവൾക്ക് വാടകയും പിന്നെ ട്രാവൽ എക്സ്പെൻസും ഒക്കെ ആയിട്ട് അങ്ങനെ മാത്രമേ, അതുപോലും തികയത്തില്ല ചില സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ഫ്രിഡ്ജ് മേടിച്ചു തരാമോ. അങ്ങനെ ആഹാര സാധനങ്ങളെല്ലാം വേസ്റ്റായി പോകുന്നു. ഞാൻ കിട്ടുന്ന കാശ് കൊണ്ട് വാങ്ങിച്ചു വെക്കുന്ന വെജിറ്റബിൾസ് ആയാലും ഭക്ഷണ സാധനങ്ങളെല്ലാം വേസ്റ്റായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിഷമിച്ച് എന്നോട് പറയുമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുട്ടിക്കൊരു ഫ്രിഡ്ജ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഫ്രിഡ്ജ് മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്കത് കിട്ടിയപ്പോൾ വലിയൊരു ആശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തിന് മുന്നേ അവൾ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണെങ്കിൽ ജോലിക്ക് എത്താനായിട്ട് താമസിക്കും. എളുപ്പം വണ്ടിയൊന്നും കിട്ടിപ്പോകാൻ പറ്റുന്ന ഒരു
ബസ് റൂട്ട് ഉള്ള ഒരു സ്ഥലത്തുമല്ല അവൾ താമസിക്കുന്നത്, കുറച്ച് ഉള്ളിലോട്ടാണ്. അതുപോലെ തന്നെ രാത്രി വന്നതിന് ശേഷമാണ് അവൾ പാചകം ചെയ്ത് വച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ ഫുഡ് കൊണ്ടുപോകാം എന്നുള്ളൊരിത് വെച്ച് നോക്കുമ്പം അങ്ങനെ എത്രയോ നാളുകൾ ആ ഭക്ഷണ സാധനം ചീത്തയായി പോകാറാണ് പതിവ്. അങ്ങനെ ആകുമ്പോൾ കുട്ടിയുടെ പൈസ വേസ്റ്റ്, സമയം വേസ്റ്റ്, ആഹാരം വേസ്റ്റ്, പിന്നെ പട്ടിണിയായി. അങ്ങനെ കുറേ ദിവസം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പട്ടിണി ഇരുന്ന് വിഷമിച്ച് ഇങ്ങനെ എന്നോട് പറയും. ഏതൊരു അമ്മമാരായിരുന്നാലും അത് കേൾക്കുമ്പോൾ വിഷമമല്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഡിസൈഡ് ചെയ്തിട്ട് അവർ ഫ്രിഡ്ജ് മേടിച്ചു കൊടുത്തു. അവൾക്ക് അതൊരു ആശ്വാസമായി. അവളുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം, വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഹാപ്പി മൊമെൻറ്റ്സ് ഒന്നും എൻ്റെ മക്കൾ അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് ചെയ്തിട്ട് കാണിക്കാറൊന്നുമില്ല. എന്നാലും നോക്കാം കാരണം ഞാൻ അവളുടെ അടുത്തല്ല അത് നേരിട്ട് കാണിച്ചു തരാനായിട്ട്. അതുകൊണ്ട് ഞാനൊരു കുഞ്ഞൊരു വീഡിയോ ചോദിച്ചിട്ടുണ്ട്. തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അമ്മ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങി തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ടിപ്പിക്കൽ ഫ്രിഡ്ജ് പോലെ ആയി. ബട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഇതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെരി വെരി ബുദ്ധിമുട്ട്. താങ്ക് യു അമ്മ. ഈ ഒരു 2 കാര്യമാണ് ഞാൻ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളൊരു യൂട്യൂബ് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒട്ടും താമസിച്ചിട്ടില്ല. എന്നെ കൊണ്ട് സാധിച്ചു എങ്കിൽ നിങ്ങളെ കൊണ്ടും തീർച്ചയായിട്ടും സാധിക്കും. അത് നിങ്ങൾ പ്രയത്നിക്കൂ, ഫലം ഉറപ്പാണ്. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഹൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പിംഗ് പോയിൻ്റൊക്കെ കിട്ടും. അതുപോലെ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് തന്നെ കമൻ്റായിട്ട് ഇടാവുന്നതാണ്. അതിന് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ മാക്സിമം എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അത് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കുട്ടി പറഞ്ഞൊരു വീഡിയോ പെൻഡിങ് വെച്ചിട്ടുണ്ട്. മോളെ സ്വാതി കുട്ടി, ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണം. കാരണം എനിക്ക് ഉപകാരം ചെയ്തവർക്ക് നന്ദി പറയണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ.